ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നിലപാട് കടുപ്പിച്ചു കേരള സർവകലാശാല സിൻഡിക്കേറ്റ്. കേരള സർവകലാശാലയിൽ ചാൻസലർ ഉദ്ഘാടനം ചെയ്ത പരിപാടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ജീവനക്കാർ, അധ്യാപകർ എന്നിവർ ബഹിഷ്കരിച്ചു. SFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. അതേസമയം ചാൻസലർ തന്റെ രോഷം തീർത്തത് മാധ്യമങ്ങളോടായിരുന്നു. ഷീജ നൽകും സമഗ്രമായ വിവരങ്ങൾ. കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗമാണ് ഈ ഒരു 3 ദിവസത്തെ ശില്പശാല കേരള സർവകലാശാലയിൽ ഇന്ന് സംഘടിപ്പിച്ചിരുന്നത്. ഇവിടെ ഉദ്ഘാടകനായി തീരുമാനിച്ചിരിക്കുന്ന വ്യക്തി ചാൻസലറാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സിൻഡിക്കേറ്റ് അതിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും സിൻഡിക്കേറ്റിനോട് ആലോചിക്കാതെയായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം VC കൈക്കൊണ്ടത് എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രധാനമായും ഉന്നയിച്ച വിമർശനം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ ഈ പരിപാടി ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തിയത്. അതിനൊപ്പം തന്നെ ഇന്ന് ഈ ഒരു പരിപാടിയുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ് കേരള സർവകലാശാലയിലെ ജീവനക്കാരും അധ്യാപകരും കൈക്കൊണ്ടത്. അവരും ഈ പരിപാടി ബഹിഷ്കരിച്ചു. തുടർന്ന് രാവിലെ 11:30 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കേരള സർവകലാശാലയിലേക്ക് എത്തിച്ചേർന്നത്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് സർവകലാശാലയ്ക്ക് പുറത്ത് SFIയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇതിൽ മറ്റൊന്ന് ശ്രദ്ധേയമായ കാര്യം, സർവകലാശാലയ്ക്കുള്ളിലെ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടി, ഈ ജീവനക്കാർ, അധ്യാപകർ, സെനറ്റ് അംഗങ്ങൾ ഒക്കെ ബഹിഷ്കരിച്ച പരിപാടി ഈ രീതിയിൽ വലിയ തോതിൽ പ്രതിസന്ധിയിലാകും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നിന്നും നഴ്സിംഗ് കോളേജുകളിൽ നിന്നുമുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികളെ എത്തിച്ചാണ് ഈ പരിപാടിയിൽ ഹാളിൽ ആളെ തികച്ചത് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ആ രീതിയിൽ മറ്റൊരു പങ്കാളിത്തം കേരള സർവകലാശാലയ്ക്കുള്ളിൽ നിന്നുണ്ടാകില്ല എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് VC ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം, പ്രത്യേകിച്ചും അദ്ദേഹം ചാൻസലറാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ആ രീതിയിൽ ഉയരുന്നത്. ചാൻസലർ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ അത് ഒരു തരത്തിലും അംഗീകരിക്കേണ്ടതില്ല. അതിന് VC കുടപിടിക്കുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായും SFIയും അതോടൊപ്പം തന്നെ ജീവനക്കാരും അധ്യാപകരും ഒക്കെ ഉയർത്തുന്ന വിഷയമെന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ VC നിലവിൽ സർവകലാശാലയുടെ യൂണിയൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ യൂണിയനെ പോലും സ്ഥാനമേൽക്കാൻ അനുവദിക്കാത്ത രീതിയിൽ വലിയ തോതിൽ ഉള്ളൊരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചാൻസലറുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു SFI ഈ കേരള സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നതും വലിയ പ്രതിഷേധമായിരുന്നു. ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്ന തരത്തിലേക്ക് ആ പ്രതിഷേധം നീണ്ടു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരും. ഈ തീരുമാനം മാറ്റാത്ത പക്ഷം ഈ പ്രതിഷേധങ്ങൾ തുടരും എന്ന് SFI സംസ്ഥാന ഭാരവാഹികളും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ പരിപാടി അവിടെ പൂർത്തിയായതിനു ശേഷം ഗവർണർ പുറത്തേക്കിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിക്കുന്നു. പക്ഷേ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറല്ല എന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറി പോകുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥിരം നാടകം അദ്ദേഹം ആവർത്തിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം പോകുന്ന വഴിയിൽ വാഹനം നിർത്തി വീണ്ടും പുറത്തേക്കിറങ്ങുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് ആക്രോശിക്കുന്ന തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നു. SFIക്കാരെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ മാധ്യമങ്ങൾക്ക് ഞാൻ അകത്ത് പങ്കെടുത്ത പരിപാടിയിൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല, SFIയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ SFI പ്രതിഷേധത്തെക്കുറിച്ചോ അവരുടെ അറസ്റ്റിനെ കുറിച്ചോ അറിയണമെങ്കിൽ കമ്മീഷണറോട്. ശരി, അപ്പോൾ ആ നിലയിലായിരുന്നു ഇന്ന് ഗവർണർ മാധ്യമങ്ങളോട് രോഷം തീർത്തത്. ഒപ്പം SFIയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് സർവകലാശാലയിൽ കണ്ടത്. സമഗ്ര വിവരങ്ങളാണ് ഷീജ നൽകിയത്.